വിനോദ് സാർ 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ ഏറ്റവും ഒടുവിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ്, നിമിഷങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി പറയുകയാണ് സിബിഐ അന്വേഷണം വേണമെന്ന്. ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്ന ഈ സിബിഐ അന്വേഷണത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഒപ്പം വിജയ്ക്ക് അതിനിർണായകമാവുകയാണോ? TVKയുടെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരം വാർത്തകളൊക്കെ എത്രത്തോളം ശരിയാണ്? ഒപ്പം സുപ്രീം കോടതി ഒരു 3 അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്താം? നമുക്കറിയാം, ഈ 2025 സെപ്റ്റംബർ 27 തമിഴക വെട്രി കഴകം രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ കരൂരുണ്ടായ ദുരന്തമെന്ന് പറയുന്നത് വലിയ ഒന്നാണ്. 41 പേർ മരിക്കുകയുണ്ടായി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിജയുടെ റാലി ഒരു രാഷ്ട്രീയ റാലിയായിരുന്നു. DMKയും മറ്റ് രാഷ്ട്രീയ മുന്നണികളും ഭയക്കുന്ന ഒരു എൻട്രിയാണ് വിജയിൻ്റെത്. അവിടെ തമിഴ്നാട്ടിൽ ഏതൊക്കെ വലിയ സിനിമാ നടന്മാര് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അവരുടെ ഫാൻസ് പൂർണ്ണമായ പിന്തുണ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ഒരു സിനിമാ സ്റ്റൈൽ, ഒരു ലോഞ്ച് പോലെ, ഒരു മെഗാ ഹിറ്റ് പടത്തിന്റെ മെഗാ ലോഞ്ച് പോലെ വളരെ തന്ത്രപരമായി വിജയ് അത് നടത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഈ പ്രശ്നം ഉണ്ടായതാണോ സാധാരണഗതിയിൽ സ്വയം ഉണ്ട്. ഓഫ് കോഴ്സ് അതിനകത്ത് കുറ്റക്കാരുണ്ട്. പക്ഷെ ആരെങ്കിലും ബോധപൂർവം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. ഈ DMK ഭരിക്കുന്നത് കൊണ്ടും അവരുടെ പോലീസ് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായതുകൊണ്ടും ഇതിനെ ഒരു മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ എന്ന് എല്ലാവരും ന്യായമായി സംശയിക്കുന്നു. വിജയ്ക്കെതിരെ കേസെടുക്കാൻ മടിക്കുന്നു. അതൊക്കെ ഒരു സിമ്പതി വേവ് കിട്ടാതിരിക്കാൻ വരിക്കുന്നു. കോടതിയുടെ എന്തായാലും പറയാ ഡയറക്ഷന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഒരു സ്വതന്ത്ര ഒരാളെ ഏകാംഗ കമ്മീഷൻ നിയമിക്കുന്നു. പിന്നെ ഹൈക്കോടതി അപ്പൊ അത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഞാൻ അതിലോട്ട് വരാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരാണ് അതിന് ശരിയായ ഉത്തരവാദി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് തമിഴ്നാട്ടിലെ പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ സത്യം പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കണം, ഈ ദുരന്തത്തെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിക്ക് 2 ബെഞ്ചുണ്ട്. മധുര ബെഞ്ചുണ്ട്, പ്രിൻസിപ്പൽ ബെഞ്ച് ചെന്നൈയിലുണ്ട്. ഇത് രണ്ടും 2 വ്യത്യസ്ത ഉത്തരവുകളാണ് പുറപ്പെടുവിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഒരു ബെഞ്ച് പ്രത്യേക അന്വേഷണത്തെ ഈ SIT നിയമിക്കാൻ വേണ്ടി ഉത്തരവായി. അതേ സമയത്ത് മറ്റേ ബെഞ്ച് CBI അന്വേഷണത്തിനുള്ള ആവശ്യം തള്ളിയിരുന്നു. അപ്പൊ ഒരു ഇതിന്റെ ഹൈക്കോടതിയുടെ 2 വ്യത്യസ്ത ബെഞ്ചുകൾ 2 അഭിപ്രായം അതിനകത്ത് പറഞ്ഞു എന്നുള്ളത് ഒരു വലിയ പ്രസക്തമായ കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് പലരും അതിനകത്ത് പ്രധാനമായിട്ടും വിജയ് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ അന്വേഷണത്തിൽ നിന്ന് നീതി കിട്ടൂല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിജയാണ് സുപ്രീം കോടതി പോയ. വേറെ 1-2 പേരൊക്കെ അവിടെ കക്ഷി ചേർന്നത്. ഇനി മറ്റൊരു കാര്യം, ഇത് BJPയും CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു സുപ്രീം കോടതിയിൽ ഇതിന്റെ ഒരു കേസ് ചെന്നെത്തിയത്. അപ്പോ സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ട്. അതിനകത്ത് പറഞ്ഞ ഒരു പ്രധാന കാര്യം, ന്യായവും നിഷ്പക്ഷവുമായ അന്വേഷണം എന്ന് പറയുന്നത് പൗരന്മാരുടെ മൗലികാവകാശമാണ്. അതായത് ഞാനൊരു കുറ്റം ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുന്നു, എനിക്കെതിരെ സർക്കാർ ഒരു പക്ഷേ ബയസ്ഡ് ആകാൻ സാധ്യത, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ബയസ്ഡ് ആകാൻ സാധ്യതയുള്ള ഒരു സർക്കാർ ഒരു തന്ത്രപരമായ അന്വേഷണം മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് ന്യായമായും എനിക്ക് പറഞ്ഞത് ആശങ്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് സൂപ്പർവൈസറി ഒരു പാനലുണ്ട്. ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ CBI അന്വേഷണമാണ് നടക്കുക. അതിനകത്ത് 2 തമിഴ്നാടിൽ നിന്ന് പുറത്തുള്ള 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥരും നേരത്തെ പറഞ്ഞ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് അജയ് റസ്തോഗിയുമാണ് ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. അപ്പൊ അതൊരു നിഷ്പക്ഷമായ അന്വേഷണമായിരിക്കുമെന്ന് ന്യായമായും നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ഈ നീതി നടപ്പായി കിട്ടിയാൽ മാത്രം പോരാ, അത് നീതി നടപ്പായെന്നുള്ളൊരു ബോധം പൊതുജനങ്ങൾക്ക് ഉണ്ടാവണം. ഇത് അവസാനം ഈ ബയസ്ഡ് ആയിട്ടുള്ള ആളിനന്വേഷിച്ച് സത്യം പുറത്തു വന്നാൽ പോലും അത് സത്യമാണെന്ന് ആരും വിശ്വസിക്കില്ല. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം വളരെ
പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും ഉത്തരവുമാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഓരോ മാസവും റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ടത്. രണ്ട്, സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം പരിശോധനകൾ സാധാരണ നടപടികളൊന്നും പാലിക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ പൂർത്തിയാക്കി അതിൻ്റെ ആ ഒരു വേഗത, അതിൻ്റെ ഒരു പിന്നെ ആ ചെയ്ത രീതിയും ശരിക്കും പറഞ്ഞാൽ വ്യക്തത ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നമ്മുടെ സുപ്രീം കോടതി. മാത്രമല്ല ഈ സംസ്ഥാന കമ്മീഷൻ, തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച ഏകാംഗ അന്വേഷണ കമ്മീഷനെ സുപ്രീം കോടതി അതായത് അരുണ ജഗദീശൻ എന്ന് പറഞ്ഞിട്ട് അവർ ഏകാംഗ കമ്മീഷൻ നിയമിച്ചത് ഈ പൊതുജന വിശ്വാസവും വിശ്വാസ്യതയും ഉറപ്പിക്കാൻ സ്വതന്ത്രമായ ഒരു കേന്ദ്ര അന്വേഷണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, ഇതിനകത്ത് താല്പര്യമില്ലാത്തൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ളത് അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഈ ഈവന്റ് മാനേജ്മെന്റിലെ കുഴപ്പമാണെന്ന് പറഞ്ഞ് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. TVKയുടെ ജില്ലാതല പ്രവർത്തകര് കെ വെങ്കടേഷ്, VP മതിയഴകൻ ഇങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയം വിജയനെ ബോധപൂർവം തൊടാതിരിക്കുകയും ചെയ്തു. ഈ ഹർജിയിലെ തന്നെ ക്രമക്കേടുകളുണ്ട്. അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ചില ഇതിനകത്ത് അപകടത്തിൽപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് കോടതിയെ സമീപിച്ചെങ്കിലും അതിന്റെ ശരിക്കുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല അങ്ങനത്തെ ഒരു ഹർജി കൊടുത്തതെന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ദുരന്തത്തിൽ വന്നെത്തിയവര് ഈ ആളുകളെല്ലാരും ശരിക്കും പറഞ്ഞാൽ വിജയിന്റെ ഫാൻസാണ്. അതിനകത്ത് ഇതെല്ലാം തന്ത്രപരമാണ്. വിജയിനോട് ഞങ്ങൾക്ക് വ്യക്തിപരമായ വിരോധമില്ല, ഇങ്ങനെയൊക്കെ ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. മാത്രമല്ല DMK സർക്കാരിന്റെ പൊതുസുരക്ഷാ വീഴ്ചയാണെന്ന് ADMK പറഞ്ഞിട്ടുണ്ട്, BJP പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഇലക്ഷൻ വരാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മൾ. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ന്യായമായ സംശയമുണ്ട് ഇത് ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ DMKക്ക് ഒരു വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവിടെ പോലീസ് അവരുടെ കൺട്രോളിലാണ്, അവർ പറയുന്നതേ പോലീസ് കേൾക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ജനക്കൂട്ടം അവിടെ ഉടലെടുക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞു വേണ്ട സെക്യൂരിറ്റി നൽകിയില്ല എന്നുള്ളതും, എന്തുകൊണ്ട് ക്രൗഡിനെ നിയന്ത്രിച്ചില്ല, ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചില്ല എന്നുള്ളതൊക്കെ വളരെ പ്രസിദ്ധമായ കാര്യമാണ്. ഈ വിജയ് അതിനകത്ത് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ അന്വേഷണ പരിധി വരും. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇതൊരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് പല കൂട്ടരും വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ തന്ത്രപരമായി കളിച്ച് വിജയനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പിലല്ല കൊണ്ടുവന്നാക്കിയത്, ഒരു റോഡിന്റെ സൈഡിൽ നിർത്തി എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അവർ ചോദിച്ച സ്ഥലങ്ങൾ കൊടുത്തില്ല എന്നുള്ളത്. മാത്രമല്ല ഒരു അവസരം അവിടെ തന്നെ പുറത്തു നിന്നുള്ള ആളുകൾ എന്തോ എറിയുകയും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു എന്നും വലിയ ശക്തമായ ആരോപണമുണ്ട്. അതായത് ഈ വിജയുടെ റാലി എന്നുവെച്ചാൽ അതിന് വേണ്ടി ചില സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ DMK നേതാക്കൾ പറഞ്ഞിരുന്നു ഇത് പ്രശ്നത്തിൽ കലാശിക്കും, ഇത് നടക്കാൻ പോകുന്നില്ല, ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ? ഇനി DMKയുടെ ആരെങ്കിലും അവിടെ ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ആക്ച്വലി ഈ പ്രശ്നം ഉണ്ടായത്? വിജയ് ബോധപൂർവം അതിനെ താമസിപ്പിച്ചോ? അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടു കൂട്ടർക്കും അത്ര നല്ല കാര്യമല്ല. ആരൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് കാരണം. അപ്പൊ ആ CBI പോലെ ഒരു ഏജൻസി അന്വേഷണം വന്നാൽ അവർക്ക് പ്രത്യേകിച്ച് ആരോടും പിന്നെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്, വിധേയത്വം ഇല്ലാത്തതുകൊണ്ട് അവര് രണ്ടുപേർക്കും എതിരെ ശരിയായി അന്വേഷണം നടത്താനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇതിന്റെ ഒരു രാഷ്ട്രീയമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ തന്ത്രപൂർവം ചില ഈ ത്രോയിങ് ദ ഹാറ്റ് ടു ദ റിംഗ് എന്ന് പറയും. അതായത് ഇനി CBI ഉപയോഗിച്ച് വിജയനെ കൈക്കലാക്കുമോ BJP? ഇത് അന്വേഷണം സുപ്രീം കോടതി പ്രഖ്യാപിച്ച് വാർത്ത വായിക്കുന്നതിന്റെ കൂട്ടത്തില് ആങ്കർമാര് പറയുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം എവിടം വരെയാണ് ഈ മാനിപ്പുലേഷൻ, മാധ്യമത്തിന്റെ മാനിപ്പുലേഷൻ എന്ന് ആലോചിക്കണം. അതായത് സുപ്രീം കോടതി വിധി വായിക്കുമ്പോൾ ഇനി CBIയെ ഉപയോഗിച്ച് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിജയിയെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുമോ? ഇതിപ്പോ സുപ്രീം കോടതിയാണ് വിധിച്ചതെന്ന് കൂടെ ആലോചിക്കണം. ഇത് കേന്ദ്ര സർക്കാരല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വരെ ആളുകൾ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇത് നമ്മൾ കഥകൾ മെനയാൻ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ റെഡിയാണ്. അതായത് ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ പിന്നെ അടുത്ത കോൺസ്പിറസി തിയറി ഉടൻ തന്നെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്.
ഇതൊരു ശരിയായ നടപടിയല്ല. ഈ രാജ്യത്തെ സുപ്രീം കോടതി പറയുന്നത് പോലും ആളുകൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ അത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണെന്ന് മാത്രമേ സത്യം പറഞ്ഞാൽ അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നീതു, ഇനിയിപ്പം സുപ്രീം കോടതി ആരും മോശക്കാരൊന്നുമല്ല. സുപ്രീം കോടതി ഒരു വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ്, 2 സംസ്ഥാന പുറത്തുള്ള 2 IPS സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നടത്തുന്ന ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ സത്യം പുറത്ത് വരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോൾ സുപ്രീം കോടതി മിക്കവാറും വേറൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് കൂടെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്റ്റാമ്പീഡ്, അതായത് ഇങ്ങനെ ജനക്കൂട്ടം തിക്കും തിരക്കിലുള്ള മരണം, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? അപ്പൊ ആളുകളെ എങ്ങനെ സംഘടിപ്പിക്കാം, എന്താണ് അതിന് മാർഗനിർദ്ദേശം? അങ്ങനെ വരുമ്പം സർക്കാരിന്റെ നിയന്ത്രണം എന്തായിരിക്കണം, സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്തായിരിക്കണം, ഇതൊക്കെ വേണ്ടേ? ഈ ഒരു ജനക്കൂട്ടം ഇങ്ങനെ ചതഞ്ഞ് മരിക്കുക എന്നൊക്കെ പറയുന്നത്, 41 പേര് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയണ്ട. ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇന്ന്. ഇന്ന് നിങ്ങൾക്ക് TV ചാനലുകളുണ്ട്. എനിക്ക് വേണമെങ്കിൽ എന്റെ സമ്മേളനം യൂട്യൂബിൽ ഡയറക്റ്റ് ആയിട്ട് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യാം. അതായത് ഇപ്പൊ ആർക്കും വേണ്ടാത്ത ഒരു സാധനം ഞാൻ ഒരെണ്ണം സംസാരിക്കുന്നു വെച്ചോ, ഞാൻ ഒരു 100 പേരെ വിളിച്ച് സംസാരിക്കുന്നു. ഇത് എനിക്ക് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ എത്തിക്കാൻ ഇന്ന് ഒരു പ്രയാസവുമില്ല. അപ്പൊ ഇതൊന്നും ഇത്രയും പേരൊന്നും അവിടെ തിങ്ങിക്കൂടേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് എന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ അതങ്ങ് ലൈവായിട്ട് ചെയ്താൽ മതി. കേൾക്കണം എന്നുള്ളവർ കേൾക്കും. അപ്പം ഇങ്ങനെയൊക്കെ മാർഗങ്ങൾ ഉള്ളപ്പം ഇതിനൊരു പരിഹാരം കൂടെ എല്ലാവരും കൂടെ അവിടെ ചെന്ന് കൂട്ടിയിടിച്ച് ചാവേണ്ട കാര്യമില്ല. അപ്പൊ അതിനുള്ള പരിഹാരം കൂടെ ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വളരെ സ്വാഗതാർഹമായ ഒരു വിധിയാണ് സുപ്രീം കോടതി വളരെ നിഷ്പക്ഷമായിട്ട്. അതിന്റെ സത്യം എല്ലാവരും അറിയട്ടെ, എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇത് ആരൊക്കെയാണ് കള്ളന്മാരെന്ന് നമ്മൾ അറിയണമല്ലോ. അഥവാ ഇതിങ്ങനെ ആക്സിഡന്റലി സംഭവിച്ചതാണോ അതും അറിയണം. അപ്പം എന്തൊക്കെ വെള്ളം കൊടുക്കാത്തത് എന്ത്, വൈകിപ്പിച്ചത് എന്തൊക്കെ, അതിന്റെ ഉത്തരവാദിത്തം ആരാണ്, ഇതൊക്കെ അന്വേഷിക്കട്ടെ. അപ്പൊ CBI വരട്ടെ. കരൂരിലേക്കും CBI വരുന്നു. അതാണ് എന്റെ കാര്യം. എന്തായാലും ഏറ്റവും ഒടുവിൽ വിനോദ് സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ വളരെ വലിയ നല്ല ഒരു വാർത്ത എന്ന് തന്നെ പറയാം. കരൂരിൽ അന്വേഷണത്തിന് CBI എത്തുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ കുടിവെള്ളം ഉൾപ്പെടെ ആളുകൾക്ക് നിഷേധിച്ചത് അല്ലെങ്കിൽ വൈകിപ്പിച്ചത് മനഃപൂർവ്വമാണോ, ഏതെങ്കിലും രീതിയിലുള്ള സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ TVക്ക് തകർക്കാൻ ആരെങ്കിലും ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണോ കരൂർ ദുരന്തം എന്നതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. 41 പേരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്, കുരുന്നുകളുടെ ഉൾപ്പെടെ. എന്തായാലും CBI എത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.